Q Developers Comedy Super Night 2. ഐശ്വര്യത്തിന്റെ സന്ദേശവുമായി മറ്റൊരു വിഷുക്കാലം കൂടെ വന്നെത്തിയിരിക്കുന്നു. പുഷ്പാഭരണങ്ങൾ ചാർത്തി പ്രകൃതി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. നർമ്മത്തിന്റെ കണിക്കൊന്ന പൂക്കളുമായി ഞങ്ങളും എത്തിയിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവേർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. കോമഡി സൂപ്പർ നൈറ്റ് 2ൽ ഇന്നത്തെ അതിഥി വളരെ സ്പെഷ്യലാണ്. തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ വിസ്മയ താരം, ആരാധകരുടെ മനം കവർന്ന യുവത്വത്തിന്റെ പ്രതീകം. ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ദ യങ് സൂപ്പർ സ്റ്റാർ ശ്രീ ആര്യ. തെന്നിന്ത്യൻ സിനിമയുടെ താരയൗവനം തമിഴിലും മലയാളത്തിലും ഒരുപോലെ പ്രിയതാരമായി മാറി ആരാധകരുടെ ഹൃദയം കവർന്ന യുവതാരം ആര്യ. I want to wedding you. How dare you? I love you. മലയാളിയായ ഈ നായക പ്രതിഭ വേറിട്ട കഥാപാത്രങ്ങളിലൂടെ തന്റെ അഭിനയ മികവ് അഭ്രപാളികളിൽ സാക്ഷ്യപ്പെടുത്തുന്നു. என் பாட்டன் முப்பாட்டன் இங்க தான் இருந்தான். என் ஐயனும் நானும் இங்க தான் இருக்கோம். எனக்கு பின்னாடி வர சந்ததி இங்க தான் இருப்பாங்க. അറിന്തും അറിയാമലും, സർവം, മദ്രാസപ്പട്ടണം, ഉറുമി, വേട്ടൈ, രാജാ റാണി, ഡബിൾ ബാരൽ, അവൻ ഇവൻ തുടങ്ങി 40ഓളം സിനിമകൾ ഈ നടന്റെ പ്രതിഭാവിലാസത്തെ തൊട്ടുണർത്തുന്നു. ഈ വേനലവധിയിൽ തിയേറ്ററിൽ ആരവങ്ങൾ ഉയർത്തി മുന്നേറുന്ന ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിൽ കുറ്റാന്വേഷകനായി നിറഞ്ഞാടുന്ന ആര്യ ഈ ചിത്രത്തിന്റെ നിർമ്മാതാവായും പങ്കുചേർന്ന് സിനിമയോടുള്ള തന്റെ സമർപ്പണം നമുക്ക് മുന്നിൽ തെളിയിക്കുന്നു. ചിരിക്കൂട്ടിന്റെ പുത്തൻ ഭാവങ്ങൾ നിറഞ്ഞാടുന്ന ഈ വേദിയിലേക്ക് ആര്യയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഭയങ്കര രസമുള്ള പ്രൊഫൈലാണ് കണ്ടത്. ഇനി ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയാനില്ല. നമുക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണ്ടേ നമ്മുടെ പ്രിയപ്പെട്ട തെന്നിന്ത്യൻ സിനിമയിലെ വെള്ളാരം കണ്ണുള്ള താര രാജകുമാരൻ. പ്ലീസ് വെൽക്കം ഓൺ ദി സ്റ്റേജ് ആര്യ സർ.
ആര്യസ് നമുക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലവേഴ്സ് ചാനൽ നൽകുന്ന വിഷു കൈനീട്ടമാണ് ഈ നിൽക്കുന്നത്. ഇപ്പൊ വിഷു കൈനീട്ടത്തിനെ പറ്റി എന്തൊക്കെയാ പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ വിഷുവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായി ഐ വോണ്ട് ടു താങ്ക് ഫോർ ദ പ്രൊഫൈൽ. എന്താ വെച്ചാൽ തമിഴ് ചാനലിൽ പോലും ഇത്ര ഒരു നല്ലൊരു പ്രൊഫൈൽ എനിക്ക് സോ അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ്, ഒരു പ്രത്യേക ഒരു ജോഷ്. താങ്ക് യു സോ മച്ച് ഫ്ലവേഴ്സ് TV. ഇപ്പൊ തിയേറ്ററിൽ നിറഞ്ഞോടുകയാണ്. ഏത് പടം? ഗ്രേറ്റ് ഫാദർ. ഗ്രേറ്റ് ഫാദർ നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂക്കാന്റെ കൂടെ അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള കഥാപാത്രവുമായി എത്തിയിരിക്കുകയാണ്. അപ്പൊ ആ കഥാപാത്രത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആ കഥാപാത്രത്തിന് ആൻഡ്രൂസിന്റെ മുതലാളികൾ എന്ന രണ്ടുപേരും അവിടെ ഇരിക്കുന്നത്. ഐ തിങ്ക് ആ ക്യാരക്ടർ ചെയ്യാനായി എന്നെയും കാട്ടി ജാസ്തി കോൺഫിഡൻ്റ് ആയ രണ്ടുപേരാണ് അവർ, ഷാജി ആൻഡ് ഹനീഫ്. സോ അവരാണ് ഈ ആൻഡ്രൂസ് ഈ പിന്നെ ക്യാരക്ടർ വന്ന് ഞാൻ ചെയ്താൽ നന്നായിട്ടുണ്ടാവും, ഷി ഡെഫിനറ്റ്ലി ഡൂ ഇറ്റ്. മലയാളത്തിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്യാരക്ടർ ഇത് നല്ലൊരു എൻട്രി ആയിരിക്കുന്ന ഒരു ഷാജിയാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ്. അപ്പൊ നമ്മള് ഓരോ മൊമെന്റിലും പല രീതിയിലാണ് ഈ ക്യാരക്ടറിനെ ചിന്തിക്കുക. ചില സമയത്ത് തോന്നും ഭയങ്കര പോസിറ്റീവ് ആണ്, ചില സമയത്ത് തോന്നും നെഗറ്റീവ് ഉണ്ടോ എന്നൊരു സംശയം. പക്ഷെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടം. എനിക്ക് ഞങ്ങൾ രാത്രിയായിരുന്നു ഞങ്ങളെല്ലാവരും സിനിമ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ ഈ മിഡ് നൈറ്റിൽ നമ്മൾ ഇരുന്നിട്ട് ഈ ഷോ കാണുമ്പോൾ എല്ലാവരും ഉറങ്ങാതെ ഒരു ഷോട്ട് പോലും മിസ് ചെയ്യാതെ ക്ലാപ്സ് ആയിരുന്നു ഓരോ ഡയലോഗ്സിനും. ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും കർമ്മം കൊണ്ട് തമിഴാണ്. അത് മാത്രമല്ല സൗത്ത് ഇന്ത്യ മുഴുവൻ അംഗീകരിച്ച പ്രിയപ്പെട്ട നടനാണ്. അപ്പോൾ തമിഴിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ എന്തായിരുന്നു തോന്നിയത്? ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ വരണം എന്നൊക്കെ? സിനിമയിൽ വരണം എന്നൊരു ഐഡിയ ഒന്നുമില്ല. എന്താ വെച്ചാൽ ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ആരുമില്ല. സോ മൈ തിങ് വാസ് ടു സ്റ്റഡി. ഒരു എൻജിനീയറായി ലൈഫ് പ്രൊസീഡ് ചെയ്യേണ്ട ഒരു ആംബിഷൻ ഉണ്ടായിട്ടുള്ളൂ. ബട്ട് ജീവ സർ, എൻ്റെ ഫസ്റ്റ് പടം ഉള്ളം കേക്കുമേ പടത്തിൻ്റെ ഡയറക്ടർ, അവർ വന്നിട്ട് പള്ളിയിൽ വെച്ച് കണ്ടതാണ്. സോ ഈ മെറ്റ് മീ ഇൻ ദ മോസ്ക്. ഉള്ളം കേൾക്കുന്ന പടത്തിന് ആ ടൈമിൽ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ സെഡ് കം ആൻഡ് ഗിവ് എ സ്ക്രീൻ ടെസ്റ്റ്. സോ ആ ടൈമിൽ കുറച്ച് മോഡലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഐ ഗേവ് എ സ്ക്രീൻ ടെസ്റ്റ്, ഹി ലൈക്ക് മീ. So that's how I got selected. ഇതുപോലെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ മലയാളികൾ, എസ്പെഷ്യലി മലയാളികൾക്ക് അറിയാത്ത കുറേ കുഞ്ഞു വലിയ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് അറിയണം. അതിനു മുന്നേ ഗ്രേറ്റ് ഫാദർ സിനിമ റിലീസിന് മുന്നേ തന്നെ കയ്യടി നേടിയ നമ്മളെ സിനിമ തിയേറ്ററിലേക്ക് ഫസ്റ്റ് ഡേ തന്നെ പോകണം എന്ന് നമ്മൾ ആകർഷിച്ച ആ ടീസർ ഒന്നുകൂടെ കാണണ്ടേ? മമ്മൂക്കാന്റെ ആ ടീസർ. Let's see that teaser. മിസ്റ്റർ ഡേവിഡ്, കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല. When the smoke is going up, shit, and nothing really matters in this lonely house. ഇനി പറ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂക്ക സുന്ദരനാണോ? Definitely, no doubt about it. അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ അത് സോ ഐ നോ ഇറ്റ്. ആ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കേൾക്കണം. എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ ഒരു പേഴ്സണാലിറ്റി യു വിൽ ഫീൽ സോ ജെലസ്. ബിക്കോസ് ആ ഒരു ലൈഫ് സ്റ്റൈൽ, ആ ഒരു സ്റ്റാർഡം, ആ ഒരു ഡിസിപ്ലിൻ, ഇത്രയും ഒരു ഡിസിപ്ലിൻ, ഒരു ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കട്ടും, വർക്കൗട്ട് ആയിരിക്കട്ടും. ഡെയിലി ഷൂട്ടിംഗ് വരുമ്പോൾ പറയും ഇന്ന് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല, ഫീലിംഗ് വെരി ബാഡ്. സോ അത്രക്കും ഒരു ഡിസിപ്ലിൻ ഉണ്ടായാൽ മാത്രമേ യു ക്യാൻ ഹാവ് ദറ്റ് മച്ച് ഓഫ് ഗ്ലാമർ, ദറ്റ് മച്ച് ഓഫ് യുനോ ഹെൽത്ത് വൈസ് യു ഷുഡ് ബി സൂപ്പർ. ഐ മീൻ ദറ്റ് കമ്മിറ്റ്മെൻറ്റ്, ദറ്റ് ഡിസിപ്ലിൻ, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ടു ഓൾ ദ അപ്കമിങ് ആക്ടേഴ്സ്, ഐ ഷുഡ് സേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷെ ഒരു കുഞ്ഞു പേടി നിറഞ്ഞ റെസ്പെക്റ്റും കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അടുത്തേക്ക് പോകണോ, നിൽക്കണോ, അങ്ങനെ ഒരു പേടിയുണ്ട്. That's true because
he's very open about everything. ഒന്നും hide ചെയ്യില്ല, and he's very right. He doesn't like somebody doing wrong. He's always right. So our respect, I think, over the years, he's earned it. So it's not just because he's shouting, because he's always very right. അതെ, നമ്മളെല്ലാരും നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂക്കാന്റെ ടീസർ കണ്ടു. പക്ഷെ നമുക്ക് അതുപോലെ തന്നെ തകർത്ത് അഭിനയിച്ച ആൻഡ്രൂസിന്റെ വിഷ്വൽസ് കാണണ്ടേ? Let's see that visuals. സാഹചര്യ തെളിവുകൾ വെച്ച് ഇറ്റ്സ് എൻ എക്സിക്യൂട്ടഡ് വൺ. എന്ത് സാഹചര്യം? അയാൾ ഡേഞ്ചറസ് ആയ സൈക്കോപാത്താണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഭോഗിച്ച് കൊലപ്പെടുത്തുന്ന കില്ലർ. എനിക്കറിയാം. വേറൊന്നുണ്ട്? അത് മാത്രമല്ല, അയാൾ സാമുവൽ സാറിനെ ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. സാമുവൽ സാറിനെ പോലെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ജെന്റിൽമാനായ പോലീസ് ഓഫീസറെ ബീറ്റ് ചെയ്യാനും മെന്റലി ടോർച്ചർ ചെയ്യാനും ശ്രമിക്കുന്ന ഒരു സാഡിസ്റ്റിനെ പോലെയാണ് അയാൾ സംസാരിച്ചിരുന്നത്. എ മാൻ വിത്ത് എ ബ്രൂട്ടൽ ബ്രെയിൻ. അവസാനത്തെ ഫോൺ കോളിൽ സാമുവൽ സാറിനെ അയാൾ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. ഐ ഹാവ് എ സ്ട്രോങ് ഫീലിംഗ് സാമുവൽ സാർ ആ കില്ലറെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാം, വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് വടിയും. ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് പോലും ഇത്ര മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. എൻ്റെ അമ്മോ, മുഴുവൻ എല്ലാണല്ലോ. ഞാനൊരു സംശയം കൂടെ ചോദിക്കട്ടെ, ശരിക്കും 6 ആണോ 8 ആണോ 16 ആണോ? I think it's 8 pack. ഇതൊക്കെ എങ്ങനെയുണ്ട് മാഷെ സാധിക്കണു? ഇപ്പോൾ കടമ്പൻ പടത്തിന് വേണ്ടിയിട്ട് ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെയ്ത നമ്മൾ പ്രൊഫൈലിൽ കണ്ടു കടമ്പൻ. സോ ആ ടൈമിലാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. സോ ഐ ഹാഡ് ടു മെയിൻറ്റെയിൻ ഇറ്റ് ഫർദർ. അതിനു വേണ്ടിയിട്ട് ബോഡി വർക്ക്ഔട്ട് ചെയ്തിട്ട് സോ 2 പടത്തിന് യൂസ് ആയി. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഇത്രയും ഹിറ്റായിട്ട് ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഏറ്റവും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയുടെ ഡയറക്ടർ ഹനീഫ് അദേനി, അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ ക്വയറ്റായ ഒരാളാണ്. ഇതാ വളരെ ക്വയറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം. ഷൂട്ടിങ്ങിലും വളരെ ക്വയറ്റാണ്. ഐ തിങ്ക് ഈ പടത്തിൻ്റെ റൈറ്റിംഗ് സ്കിൽ വന്നിട്ട് വളരെ നന്നായിരുന്നു. ഇത് സ്ക്രീൻ പ്ലേ, ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു വിഷയം, അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പടം, എല്ലാവരും ഒരു ഫാമിലിയായി പോയി കണ്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയേണ്ട ഒരു പടമായിരുന്നു. സോ ഡെഫിനറ്റ്ലി റൈറ്റ് മൂവി അറ്റ് ദ റൈറ്റ് ടൈം. സോ ഒരു വെരി ഗുഡ് റൈറ്റർ ആൻഡ് വെരി സിമ്പിൾ പേഴ്സൺ. കണ്ടപ്പോൾ സ്റ്റേജിൽ വരാൻ തന്നെ ഭയങ്കര ഒരു മടിയാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് പേഴ്സൺ. ഐ തിങ്ക് ഇറ്റ് ബി എ വെരി ബിഗ് ഡയറക്ടർ ഇൻ ഫ്യൂച്ചർ. തീർച്ചയായിട്ടും, കാരണം ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും വലിയ ഒരു ബിഗ് സ്റ്റാർ കാസ്റ്റാണ്. മമ്മൂക്ക, ആര്യ, സ്നേഹ, അങ്ങനെ കുറേ. അപ്പോൾ ഇതെല്ലാം ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഇത്രയും നല്ലൊരു സിനിമ മേക്ക് ചെയ്ത ഒരാൾ വളരെ പാവം പിടിച്ചൊരു പൂച്ച കുഞ്ഞിനെ പോലെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കൈ കൊടുക്കണ്ടേ? ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ്? പ്രൊഡ്യൂസർ, മോസ്റ്റ് പവർഫുൾ പ്രൊഡ്യൂസർ അവിടെ ഇരിക്കുന്നുണ്ട്, ഷാജി നടേശൻ. അത് മലയാള സിനിമയിലെ ഏറ്റവും വെയിറ്റ് ആയ പ്രൊഡ്യൂസർ. ഏറ്റവും വെയിറ്റ് ആയ പ്രൊഡ്യൂസറാണോ? വെയിറ്റ് ആയ പ്രൊഡ്യൂസറാണോ? ആൻഡ് വി ഹാവ് പൃഥ്വി ആൻഡ് സന്തോഷ് ശിവൻ സർ. സോ ഓഗസ്റ്റ് സിനിമാസ് എന്നെ മലയാളത്തിൽ ലോഞ്ച് ചെയ്തത് ഓഗസ്റ്റ് സിനിമാസാണ്. ഞാൻ ചെയ്ത 3 പടവും ഓഗസ്റ്റ് സിനിമാസിലൂടെയാണ്. സോ വെരി ഹാപ്പി. പൃഥ്വി ആൻഡ് ഷാജി വന്നിട്ട് ഓഗസ്റ്റ് സിനിമയിൽ എന്നെ ഒരു ഫാമിലി മെമ്പറായി ജോയിൻ ചെയ്തത് വന്നിട്ട് വളരെ ഒരു സന്തോഷമായ ഒരു കാര്യമാണ്. സോ ഐ എം വെരി താങ്ക്ഫുൾ ആൻഡ് വെരി ഹാപ്പി ഷാജി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അറിയേണ്ടത് നമ്മുടെ മലയാളത്തിന്റെ യങ് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജുമായിട്ടുള്ള സൗഹൃദത്തിനെ കുറിച്ചും അറിയണം. പൃഥ്വി ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തത് ഉറുമി പടത്തിലാണ്. സന്തോഷ് ശിവൻ സർ വന്നിട്ട് ആ ക്യാരക്ടർ, ചെറിയൊരു ക്യാരക്ടർ വിളിച്ചു പറഞ്ഞ്, നീ യു ആർ ഗോയിങ് ടു ആക്ട് ആസ് പൃഥ്വീസ് ഡാഡ്. വാട്ട് സർ, നോ നോ ഡോണ്ട് വറി, അങ്ങനത്തെ ഡാഡ് അല്ല, അച്ഛൻ. ഐ തിങ്ക് ഈസ് ലൈക്ക് മൈ ബ്രദർ. ഐ ലവ് ഹിം സോ മച്ച്. അങ്ങനെ ഓഗസ്റ്റ് സിനിമയിലേക്ക് ഒരാളും കൂടെ വന്നു. മലയാളത്തിൽ അഭിനയിച്ചു, തമിഴിൽ അഭിനയിച്ചു, തെലുങ്കിൽ അഭിനയിച്ചു. എന്തൊക്കെയാണ് ഡിഫറൻസ് തോന്നിയിട്ടുള്ളത് ഇത്രയും ലാംഗ്വേജിൽ? ഇല്ല, മലയാളത്തിലും തമിഴിലും മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വന്നിട്ട് പ്രൊഡക്ഷൻ ഫുഡ്.
ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഐ തിങ്ക് മലയാളം യു ഗെറ്റ് വെരി നൈസ് ഫുഡ് ആൻഡ് ദാറ്റ് ടു ഇൻ ഓഗസ്റ്റ് സിനിമാസ് he feeds you with all the curries, Super food. fish curry, mutton curry, chicken curry every day. So I think നല്ല weight ആണ് producer അല്ലേ? നല്ല വെയിറ്റ് ആണ്, നല്ല അവർ എന്തെല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന അതെല്ലാം സെറ്റിൽ ഉണ്ടാവും. So I think otherwise all the technicians, the way we work, everything is just the same. ഇത്രയൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരുടെ മുഖം കണ്ടു ഇങ്ങനെ അന്തം വിട്ടിരിക്കുക, ഇങ്ങനെ ഈച്ച ഇങ്ങനെ നോക്കണ പോലെ നോക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? ഇത്രയും സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഈ തമിഴ് സൂപ്പർ സ്റ്റാർ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് അല്ലേ? മലയാളം, എൻ്റെ മലയാളം is very bad. But I speak good Malayalam at home because they know how well I speak Malayalam. എൻ്റെ മലയാളം only at home I would say. But TV programs എല്ലാം വരുമ്പോൾ കുറച്ച് ഷൂട്ടിങ്ങിലും മമ്മൂക്ക കുറേ കളിയാക്കാണ്. മറ്റേ കണ്ണൂർ സ്ലാങ് is there. So he knows all the slang. ഒരു 15 സ്ലാങ് അറിയാം മലയാളത്തിൽ. So ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ he'll imitate me and he'll make fun of me. But it's very sweet. അപ്പോൾ മലയാളികൾക്ക് അറിയാൻ എന്തായാലും ആഗ്രഹം ഉണ്ടാവും, കണ്ണൂർ ഭാഷ സംസാരിക്കുന്ന ആള് തീർച്ചയായിട്ടും കണ്ണൂരിലായിരിക്കും വിടുന്ന. എവിടെയായിരുന്നു ജനിച്ചത്? തൃക്കരിപ്പൂർ. അതാണ് ആ ഭാഷ. പക്ഷെ ശരിക്കും നമുക്കെല്ലാവർക്കും അത്ഭുതമാണ് മമ്മൂക്ക ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അതുപോലെ പറയുന്നത്. വളരെ മമ്മൂക്ക ഒരു ഔട്ട്സൈഡ് ഇമേജ് ഉണ്ട്, ഭയങ്കര ടഫ് ക്യാരക്ടർ. അതൊന്നുമല്ല, നമ്മൾ കൂടെ വെൻ യു മൂവ് അറൗണ്ട് വിത്ത് ഹിം ഐ തിങ്ക് ഈസ് സൂപ്പർ ഫൺ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ മമ്മൂക്കൻ്റെ കൂടെ ഇരുന്ന ഒരു 5 hours കൂടെ ഇരുന്ന 4 hours 59 minutes മമ്മൂക്ക സംസാരിക്കും. നമുക്ക് ജസ്റ്റ് 1 minute സംസാരിക്കാം. അപ്പോൾ ആ 1 minute ഗ്യാപ്പ് തരില്ല. സോ ഐ തിങ്ക് ഈസ് എൻ്റർടൈനിങ് സോ മച്ച്. ഇപ്പോൾ ചില പേര് സംസാരിക്കാൻ നമുക്ക് ബോറടിക്കും. ബട്ട് മമ്മൂക്ക സ്പീക്സ്, ഈസ് ടോക്ക് സോ മെനി തിങ്സ് ഔട്ട്സൈഡ് സിനിമ, ഈസ് വെരി നോളജബിൾ. സോ ഇറ്റ്സ് സൂപ്പർ. ടൈം പാസ്സാകുന്നേ അറിയില്ല. ഇറ്റ് ഈസ് സോ മച്ച് ഓഫ് ഫൺ. അപ്പൊ പ്രിയപ്പെട്ട തമിഴ്നാട്ടിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ എത്ര കാലം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തില്? ഐ തിങ്ക് ഒരു 3rd standard 4th standard വരെ. അപ്പൊ ആ 3rd standard 4th standard വരെ അപ്പൊ ഇവിടെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും. ഏത് സ്കൂളിലാണ് പഠിച്ചേ? I studied in hostel actually. They put me in hostel. കുഞ്ഞു പ്രായത്തില് അതെന്താ ഇഷ്ടമായിരുന്നു ഹോസ്റ്റലിൽ താമസിക്കാൻ? I was too naughty. ഭയങ്കര കുരുത്തക്കേടായി. So Even now? now I'm sober. How sober I am. ഭയങ്കര കുരുത്തക്കേടുള്ള കുട്ടിയായിരുന്നു എന്ന് കേട്ടു. Yeah. They couldn't bear me at home. So അവർ ഹോസ്റ്റലിൽ ഇട്ടു. വീട്ടിലെ ഷോക്കേസ് എവിടെയാ? I think you got too much information. I don't know. I think I was very naughty. I think so. I got some problem with my head, I guess. അല്ല, ഈ സാധനങ്ങളൊക്കെ എവിടെയാണ് സൂക്ഷിക്കണതെന്ന് ചോദിച്ചേ. കിണറില്. കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയാൽ എവിടെ So I just ഷോക്കേസിൽ എല്ലാ തിങ്സ് എടുത്തിട്ട് പോയി ഞാൻ കിണറിലിടും. കിണറായിരുന്നു പ്രിയപ്പെട്ട ഷോക്കേസ്. So they used to get very irritated. ഒട്ടും കുരുത്തക്കേടില്ലായിരുന്നു കേട്ടോ, നല്ല മോനായിരുന്നു. ചെന്നൈ വന്ന് പഠിച്ചപ്പോൾ ഒരു സ്കൂളിലാണ് പഠിച്ചത്, SBO എന്ന് പറയുന്ന സ്കൂളിൽ. സോ റൈറ്റ് ഫ്രം 4th standard to 12th standard. ഈ SBOയുടെ ഫുൾ ഫോം? SBOയുടെ ഫുൾ ഫോം ബോയ്സിനോട് ചോദിച്ചാൽ പറയും സൂപ്പർ ബോയ്സ് ഓഫ് അണ്ണാനഗർ. ഓ, അണ്ണാനഗറിലായിരുന്നു. അപ്പൊ ഗേൾസിനോട് ചോദിച്ചാ സ്റ്റുപ്പിഡ് ബോയ്സ്. അത് കളക്കിയല്ലേ? അറിന്തും അറിയാമൽ എന്നൊരു പടം എനിക്ക് ചാൻസ് കിട്ടിയത്. ആ പടം ഡയറക്ടർ വിഷ്ണുവർദ്ധൻ. സോ ആ പടം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ആ പടം ഫസ്റ്റ് റിലീസായത്. സോ ദാറ്റ്സ് ഹൗ മൈ കരിയർ സ്റ്റാർട്ടഡ്. ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് കുട്ടി. കുട്ടി വെറും കുട്ടിയല്ലോ, ഭയങ്കര പുലിയാണ് ആ പടത്തില്. മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യ മുഴുവൻ ഏറ്റുപാടിയ പാട്ടായിരുന്നു. ആ പാട്ട് എല്ലാവർക്കും അറിയില്ലേ? 2 വരി പാടോ? I don't remember. തീ പിടിക്ക മുത്തം കൊടുടി എൻ തിമിറെല്ലാം അടങ്ങാത മുത്തം കൊടുടി. That's what I think. അപ്പൊ ഒന്നുകൂടെ പാടാം. ഓർക്കസ്ട്ര. Tell me where to take the cue. പിടിക്ക മുത്തം കൊടുടി എൻ തിമിറെല്ലാം അടങ്ങാതെ മുത്തം കൊഞ്ചം കൊടിടി. Okay. You sing better than me. അങ്ങനെ ആ സിനിമയ്ക്ക് അരങ്ങേറ്റ നടനുള്ള ഫിലിം ഫെയർ അവാർഡും കിട്ടി. ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര ക്ലാപ്സ് കേട്ടോ. ഇല്ല അതിനുശേഷം അവാർഡേ കിട്ടിയിട്ടില്ല, അതാ പ്രശ്നം.
ആ ഡയറക്ടറുടെ തന്നെ വീണ്ടും തുടർന്നുള്ള ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് മൈ ഫ്രണ്ട്. ചില ഡയറക്ടറോട് ഒരു ഗെറ്റ് ദ വേവ് ലെങ്ത് സെറ്റ് ആവും. So we started off together and we done so many films together. So very happy. He's like my buddy, my അതിലെ brother. പാട്ടും ഭയങ്കര ഹിറ്റായിരുന്നു. ഏത് പാട്ട്? മുടിയാതിന് சொல்ல முடியலையே. ஆமா எம்ஃபியூஸ் போச்சு. അത് രണ്ടും ഒരു പാടി തരൂ. இல்லையா நான் இல்லையா? എംഫ്യൂസും പോച്ച്. நான் வேணா போடுறேன் உங்களுக்கு. Ready? Start. You start, then I'll start. You know when to start. முடியாதுன்னு சொல்ல முடியலையே my baby, முடியாதுன்னு சொல்ல முடியலையே, முடியாதுன்னு சொல்ல முடியலையே, I love you, முடியாதுன்னு சொல்ல முடியலையே. ഒരു പ്ലേ ബാക്ക് സിംഗറിന്റെ ഫീൽഡിലല്ല പാടുന്നത്. വെരി ഗുഡ്. ഞാൻ ആദ്യമായിട്ട് പാടാട്ടോ. അപ്പൊ ഞാൻ പാടാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറയണം. എന്നാലും ഞെട്ടിച്ചു കളഞ്ഞു. പാടാൻ പറഞ്ഞപ്പോഴേക്കും ഇത്ര കൂളാന്ന് അല്ലേ, വിചാരിച്ചില്ല. എനിക്ക് വിഷ്ണുവർദ്ധൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നീ പാടാൻ അറിയില്ലെന്ന് എനിക്കറിയാം, നോ പ്രോബ്ലം, അറ്റ്ലീസ്റ്റ് ഒരു ലിപ് സിംഗ് എങ്കിലും ചെയ്തെങ്കിൽ ഞാൻ പാട്ട് കറക്റ്റായി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് ഐ കാൻറ്റ് ഈവൻ ലിപ് സിംഗ്, ഐ ആം സോ ബാഡ്. ആണോ? ആ ഒരു അങ്ങനെ അതിന്റെ വിഷ്വൽസ് ഒന്നും കണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര രസമായിരുന്നു. ഡെഫിനറ്റ്ലി സി ലോട്ട് ഓഫ് റീടേക്സ് വന്നിട്ട് സോങ്ങിൽ വന്നിട്ട് എനിക്ക് പറ്റുന്നത് വെച്ചാൽ എവറി ആക്ഷൻ സ്റ്റെപ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ഞാൻ പാടിയത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഐ കാൻറ്റ് ഈവൻ മാച്ച് ദ ലിപ്പ്, ഇറ്റ് ബി സോ ബാഡ്. അതുപോലെ തന്നെ മേക്കപ്പിനും ആക്ടിങ്ങിനും കോസ്റ്റ്യൂംസിനും ബാക്ക്ഡ്രോപ്പിനും എല്ലാത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള നമ്മുടെ ഗ്രേറ്റ് ഡയറക്ടർ ബാല സാറിന്റെ മൂവി ഞാൻ കടവുൾ ഞെട്ടിച്ചു കളഞ്ഞു അല്ലേ? അതിന്റെ വിഷ്വൽ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. निश्चल दुष्ट निग्रह सप्तलोक संरक्षण. ഭയങ്കര ഒരു അഘോരി. ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കുള്ള ഒരു അഘോരിന്റെ ഡ്രസ്സൊക്കെ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. ആണോ? ബാല സാർ വന്നിട്ട് എല്ലാ ഫിലിം വളരെ ക്ലോസ്ലി റിയലായിട്ട് ചെയ്യണമെന്ന ഒരു അങ്ങനെ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. സോ നാൻകടൽ പടത്തിന് വേണ്ടിയിട്ട് അഘോരി ക്യാരക്ടർ. സോ അഘോരി ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും ആർക്കും അറിയില്ല. സോ ആ കാശി പോയിട്ട് ഞാൻ ഒരു 6 months അഘോരീസിൻ്റെ കൂടെ ഒരു ട്രാവൽ ചെയ്തിരുന്നു ടു അണ്ടർസ്റ്റാൻഡ് എന്താ ഒരു വാട്ട് ഈസ് ദർ തിങ്കിങ്, വാട്ട് ഡു ദേ ഈറ്റ്, സോ വാട്ട് ഡു ദേ ഡു. സോ ആ ഒരു 6 months ആയിരുന്നു ഒരു ലൈഫ് ചേഞ്ചിങ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹോട്ടലിലാണെന്ന് 1000 പ്രാവശ്യം പറഞ്ഞു ഇത് ആര്യയുടെ അച്ഛനാ, ഇത് ആര്യയുടെ അമ്മ, എവിടെ കേൾക്കാൻ. ഏത് ഹോട്ടലാ? എന്തെങ്കിലും
ഇത് മകനാണെന്നുള്ളതിന്? ഇതിൽ കൂടുതൽ എന്നാ തെളിവ് വേണ്ടത്? ഇതെങ്ങനെ ശരിയാവും? ഇത് ഒരു ബന്ധവുമില്ല. കളർ ആവശ്യമല്ലേ? സംഭവം എന്നാന്നറിയോ, ഞാൻ ഔട്ട്ലൈൻ മാത്രമേ ഇട്ടുള്ളൂ, അവളാ കളർ ചെയ്ത് അതിന്റെ. എന്തു പറഞ്ഞാലും നീ എവിടെ വരുമെന്ന് പറഞ്ഞല്ലോ. അവിടെ ഉണ്ട് ആര്യമോളെ. ആര്യമോളെന്തേ? ഞങ്ങളുടെ ആര്യമോള്. ആര്യമോളോ? അതാരാ? ഞങ്ങളുടെ മോളെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പോയത് ഇന്ന് ഇവിടെ വരുമെന്ന് പറഞ്ഞു. അല്ല, ആര്യമോളല്ല, ഇവിടെ വന്നത് ആര്യ. ഇതാണ് ആര്യ മോനാണ്. ഇതാണോ ആര്യ? ഇതാണ് ആര്യ. ആര്യയുടെ അച്ഛാ. ആര്യയുടെ അമ്മ കയ്യിന്ന് പോയല്ലോ ഇത്. ഇത് ചെറുക്കനാണല്ലോ. നീ ഒരു കാര്യം ചെയ്യും, വന്ന സ്ഥിതിക്ക് നാറുണ്ട, ഇനി ആര്യ മോനെ എന്ന് പറഞ്ഞ കീറി കരയോ മോനാന്ന് പറയണോ? മോനെ മോനെ എത്ര നാള് ദൈവമേ, എന്റെ കുഞ്ഞ്. മോനെ, ദേ നിൽക്കുന്ന അച്ഛൻ അമ്മ. യോ കണ്ടോ, അച്ഛൻ കുഞ്ഞിനോട് പിണങ്ങിയാ. അയ്യോ, എന്തിനാ പിണങ്ങുന്നേ? എങ്ങനെ പിണങ്ങാതിരിക്കും? ഇങ്ങോട്ട് നോക്കിയ ഈ പാട് കണ്ടോ? എടാ മോനെ, നമ്മുടെ ഹോട്ടലിൽ കയറി മസാല ദോശ ചമ്മന്തി നിന്നിട്ട് പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞോണ്ട് എന്നെ ചെവിയുടെ കല്ല് പഠിച്ച് പൊട്ടിച്ച് ഇവിടെ കൊണ്ട് 30 കിലോ മാവ് ആട്ടിച്ച് അറിയാമോ? ആട്ടി 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 അമ്മ അവിടെ കൈ ഒടിച്ചു പോയി. നമ്മുടെ ഹോട്ടലിലാണെന്ന് 1000 പ്രാവശ്യം പറഞ്ഞു. ഇത് ആര്യയുടെ അച്ഛനാ, ഇത് ആര്യയുടെ അമ്മ. എവിടെ കേൾക്കാൻ? ഏത് ഹോട്ടലാ? ആര്യാസ്. നമ്മുടെ ആരെന്നെ പറഞ്ഞു നമ്മുടെ ഹോട്ടലാണ്, ചെറുക്കന്റെ ഹോട്ടലാണ്. അവര് സമ്മതിക്കത്തില്ലെന്ന്. നിങ്ങക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഈ മകന്റെ അടുത്ത്. പിന്നെ കണ്ണേ കരണേന്നും പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്നതല്ല. ഒരു നിമിഷം ഒന്ന് കണ്ണു തെറ്റിയപ്പോ പോയ ഒക്കെ പോട്ടെ, നിങ്ങള് ഈ മകനെ ഇത്ര സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് നിങ്ങൾ ഈ മകന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും? എന്തെന്നാ ഈ പറയുന്നേ? ഇത് ഞങ്ങളുടെ മോനാ. ഞങ്ങള് കണ്ണു ഉറങ്ങാതെ ഒരു മോളെ കണ്ണടച്ചിട്ടില്ല, അറിയാമോ? ഒറ്റ അലക്കലക്കി ഇത്രയും പേരെ മുന്നിൽ നിന്നുണ്ട് കള്ളത്തരം പറയുന്നത്. ഇന്ന് ആര്യ ചെറുക്കൻ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെ എഴുന്നാപ്പിക്കാൻ പറ്റ പാടില്ല. 12 മണിയാ വെള്ളം കൊണ്ട് ചോദിച്ചു വിളിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ മകന് ഭയങ്കര സ്നേഹമുണ്ട്, നമ്മുടെ വീടിനൊക്കെ പേരിടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ഞങ്ങളുടെ ആര്യമോൻ പോയ പിന്നെ ഞങ്ങളുടെ വീടിന്റെ പേര് മാറ്റിട്ട് എന്നാ ഇട്ടെന്നറിയോ? ആര്യഭവൻ. സൂപ്പർ പേരാണ്. പക്ഷെ അങ്ങനെ ചെയ്തോണ്ട് വല്ല മെച്ചമുണ്ടോ? തീർച്ചയായിട്ടും മെച്ചമുണ്ട്. എന്ത് മെച്ചം? ഉള്ള കാര്യം പറയല്ലോ, ശബരിമല സീസൺ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ കഥകൾ അങ്ങോട്ട് തുറക്കും. ഒരു 3 ടെമ്പോവാനെങ്കിലും കുറഞ്ഞ എന്റെ വീടിന്റെ മുറ്റത്ത് കാണും. എന്റെ ദൈവമേ, മസാല ദോശ ഇഡലി ഉണ്ടാക്കി എന്റെ ഊപ്പാടിളകി. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ മദാമ്മമാര് വന്നു കഴിഞ്ഞാൽ ഞങ്ങള് കാശ് മേടിക്കുകയല്ല. ചെറുക്കിന് മദാമയെ ഭയങ്കര ഇഷ്ടമാണ്. എമി ജാക്സനാ? എമി ജാക്സൺ ഇഷ്ടമാണോ? ഒരു സിനിമയ്ക്കകത്ത് മദ്രാസി പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും ശരി, എനിക്കും എന്റെ ഭാര്യയ്ക്കും ആര്യമോൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ചെറുക്കനാണ് ആര്യമോൻ, അറിയാമോ? അല്ല, എന്തെങ്കിലും തെളിവുണ്ടോ ഇത് മകനാണെന്നുള്ളതിന്? തെളിവ് എന്തെങ്കിലും തെളിവ് വേണ്ട. അറ്റ്ലീസ്റ്റ് നല്ല ബാങ്ക് ബാലൻസ് ഇതിൽ കൂടുതൽ എന്നാ തെളിവ് വേണ്ടത്? ആ പൊക്കം നോക്കി, ആ മുഖം നോക്കി. സമ്മതിക്കൂല. ബ്ലാക്ക് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതെങ്ങനെ ശരിയാവും? ഇത് ഒരു ബന്ധവുമില്ല. കളർ ആവശ്യമല്ലേ? സംഭവം എന്നാന്നറിയോ, ഞാൻ ഔട്ട്ലൈൻ മാത്രമേ ഇട്ടുള്ളൂ, അവളാ കളർ ചെയ്ത് അതിന്റെ. അല്ല, കളർ ഓക്കെ, പക്ഷെ ഇത് നല്ല ഭംഗിയുള്ള വെള്ളാരം കണ്ണാണ്. ഇത് നോക്കി ഒരുമാതിരി കൂറ കണ്ണു. ഈ വെള്ളാരം കണ്ണിന്റെ പേരും പറഞ്ഞോണ്ടായി വീട്ടിൽ എന്നും ഇവള് തല്ല് മേടിക്കുന്നത്. സത്യം പറയടി, ഈ കണ്ണാറിയാ? ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞില്ല, എന്റെ മരിച്ചു പോയുടെ അമ്മയുടെ കണ്ണാണ് എന്റെ കുഞ്ഞിന് കിട്ടിയത്. അമ്മയുടെ പേരും പറഞ്ഞിട്ട് കൊറേ ദിവസമായി ഒഴിഞ്ഞു മാറുന്നത്. എന്തെങ്കിലും ഒരുത്തരെ ഞാൻ പൊക്കും. സത്യമായിട്ട് ഇത് ഞങ്ങളുടെ അല്ല, എന്താ ചോദിക്കണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും തെളിവുണ്ടോന്നാണ്. നീ കാണിച്ചു കൊടുക്ക. ഞങ്ങൾ ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് കയറി വന്നാണോ?
അല്ല ഞങ്ങൾ അങ്ങനെ ഒച്ചാട്ട് കാണുന്നു. ഇത് കണ്ടോ ഞങ്ങളുടെ ആര്യമ്മ കുഞ്ഞു വാവ കുഞ്ഞാച്ചി വാവയായിരിക്കും. അയ്യേ ഇത് ഏതായി കുരങ്ങൻ? ഏതാ കുരങ്ങൻ? ഇത് എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ അല്ലേ? ഇത് എന്നെ കാണിച്ചോണ്ട് നടക്കാം. അയ്യോ സോറി, വെറുതെ അല്ല കൊച്ചു കുരങ്ങെന്ന് പറഞ്ഞു. മനുഷ്യനെ നാട്ടിക്കാൻ വേണ്ടി അത് മാത്രല്ല, ഈ സത്യമായിട്ട് ഞങ്ങള് ആര്യയുടെ അച്ഛനും ആര്യയുടെ അമ്മയും അല്ലേ? ആര്യയുടെ അച്ഛ, ആര്യയുടെ അമ്മേ, ആര്യയുടെ അച്ഛ. എത്ര വർഷമായി മകനെ കാണാതായിട്ട്? 10 വർഷം. എത്ര വയസ്സിലെ കാണാൻ പോയത്? അത് എനിക്ക് തോന്നുന്നത് ആര്യയുടെ അച്ഛ. എന്താണ് ആര്യയുടെ അമ്മ? എത്ര വയസ്സിലാ നമ്മുടെ മോൻ കാണാതെ പോയത്? ഇവൻ അങ്കമാലി പഠിക്കുന്ന സമയത്താ കാണാതെ പോയത്. നിക്കറുവാക്കിയിട്ടുണ്ട് അങ്കമാലി പഠിക്കുന്ന സമയത്ത്. ഏതങ്കമാലി? അതിന് അങ്കമാലി പിടിച്ചിട്ടില്ലല്ലോ. ഇടി അങ്കമാലി ഉച്ചയ്ക്ക് വെയിലും കൊണ്ട് അവൻ ഉപ്പുമാവ് കൊണ്ടിരുന്നു. അത് അടുക്കളയിരുന്നോണ്ട് വീണ് ഞാൻ തിന്നുമായിരുന്നല്ലോ. അത് അങ്കനവാടിയല്ലേ? അത് തന്നെ, അങ്കനവാടി പഠിക്കുന്ന സമയത്താ. അപ്പൊ ഏകദേശം ഒരു 5 വയസ്സുണ്ടായിരുന്നു. 5 വയസ്സിലോ കുഞ്ഞു അപ്പോ 15 വയസ്സ്. ഇത് 15 വയസ്സുള്ള രൂപമാണ്. 15 വയസ്സായിട്ട് ആര്യയുടെ അച്ഛ. പൊളിഞ്ഞല്ലേ ആര്യയുടെ അമ്മ? ഇത് എന്നെ കണക്ക് കൂട്ടുമ്പോ മര്യാദയൊക്കെ കൂട്ടിട്ട് പറയട്ടെ. എല്ലാടി ചാടിക്കറി 5 വയസ്സെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ എന്നെ എടുക്കുന്നേ എന്നാലും ശരി, ഇത് എന്റെ ചെറുക്കൻ തന്നെ. ഇത് ഞങ്ങളുടെ കുഞ്ഞാ. ചേച്ചി ചേട്ടാ വഴക്കുണ്ടാക്കല്ലേ? നിങ്ങൾ ഇത്രയും നാൾ അന്വേഷിച്ചില്ലല്ലോ നിങ്ങളെ മകൻ എവിടെ പോയി? എന്നിട്ട് ഇപ്പൊ വന്ന എന്തിനാ? അതെങ്ങനെ അന്വേഷിക്കും? സാധാരണ ഒരു വീട്ടിൽ നിന്ന് ഒരു മകൻ പിണങ്ങി പോയെങ്കിൽ അവൻ ഒന്നെങ്കിൽ ബോംബെയിലോ അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ പോയി ഇച്ചിരി കാശൊക്കെ ഉണ്ടാക്കി വെട്ടി നോക്കി തന്നെ നല്ല അന്വേഷിച്ചു വരും. ഇത് വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വെട്ടി നോക്കി അവൻ അന്വേഷിച്ചു അങ്ങോട്ട് പോകും. അത്രേ ഉള്ളൂ. അല്ല അപ്പൊ അച്ഛന് ഭയങ്കര വിഷമമാണ്. അച്ഛന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്ത് ചെയ്തു? ഇത്രയും അങ്ങനെ പറയല്ലേ ആര്യയുടെ അച്ഛ. അവസാന നിമിഷമാണെങ്കിലും അവൻ അത് ഏറ്റു പറഞ്ഞ അവസാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ പിടിച്ചില്ലേ? സിനിമ ഗ്രേറ്റ് ഫാദർ. അത് നിങ്ങൾക്ക് വേണ്ടി പിടിച്ചതാ നമ്മുടെ കുഞ്ഞ്. അങ്ങനെ വേണം മക്കൾ തന്തമാർക്ക് വേണ്ടി അങ്ങനെ ചെയ്യണം, കാണിച്ചു കൊടുക്കണം. അല്ല ഇത് തന്നെയാണ് നിങ്ങളുടെ മകൻ എന്നുള്ളതിന്റെ എന്താ അത്ര ഉറപ്പ്? ഈ പെണ്ണോട് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇത് തന്നെയാണ് എന്റെ മോനെന്നുള്ളത്. ഇവിടെ എന്താ സംശയം? ഞങ്ങളുടെ രേഖാചിത്രം വരപ്പിച്ചില്ലേ? വരപ്പിച്ചു. മറ്റേ പടംവരക്കാരനെ കൊണ്ട് വരപ്പിച്ചപ്പോ ദേ ഈ നിൽക്കുന്ന അതേ രൂപം. പിന്നെന്നാ സംശയം? അല്ല നിങ്ങൾ ഈ രേഖാചിത്രം വരച്ച ആളോട് എന്താ പറഞ്ഞത് രൂപത്തെ? സമ്മതിക്കുമല്ലോ, എന്റെ ചെറുക്കന്റെ പേരാണ്. ആര്യാ? പരം വരയ്ക്കാൻ വന്ന ഉള്ളിയോട് ഞങ്ങൾ പറഞ്ഞു ആര്യയുടെ അത്ര ചുണ്ട് വേണം, ആര്യയുടെ അതേ കണ്ണ് വേണം, ആര്യയുടെ അതേ മൂക്ക് വേണം, ആര്യയുടെ അതേ മീശ വേണം. പിന്നെന്നാ കഴിയുമ്പോ എന്റെ പൊന്ന് ചേട്ടാ, ആര്യയുടെ കണ്ണ്, ആര്യയുടെ മൂക്ക്, ആര്യയുടെ ചുണ്ടെന്ന് പറഞ്ഞാൽ ഈ രൂപം തന്നെയല്ലേ വരച്ചു വെക്കുക? അതുകൊണ്ടാ പറഞ്ഞത് ഇതാ ഞങ്ങളുടെ മോന് നല്ല ആര്യയുടെ. കൊച്ചിന് ഒന്നും അറിയത്തില്ല. ഞങ്ങളുടെ ചെറുക്കനാണ് ഈ നിൽക്കുന്നത്. ഒരു കാര്യം പറയാനുണ്ട്. ഇതുപോലെ ഇനി ഒരുപാട് പറഞ്ഞോണ്ടിരുന്നാലേ ഈ ആര്യയുടെ അമ്മക്കുട്ടിയെയും ആര്യയുടെ അച്ഛനെയും പോലീസ് എടുത്തോണ്ട് പോകും, സ്നേഹിച്ചിട്ട് ലാളിച്ചിട്ട്. പോയി നശിക്കും പോലീസ് പിടിച്ചാണ്ടല്ലോ, പോലീസ് പിടിക്കണ്ട. ആ ചെറുക്കന്റെ ഒരു കയ്യിൽ ഇടികിട്ടിയാണ്ടല്ലോ നമ്മള് 3 മാസത്തേക്ക് എണീക്കുകയല്ല. ഇനിയിപ്പോ എന്നെ എടുക്കുന്നേ? ഒരു കാര്യം ചെയ്യും, പ്ലേറ്റ് മാറ്റി ചവിട്ടുന്നു. ഇനി മാറ്റം. നമ്മൾ മദ്രാസിലേക്ക് പോകുന്നു. ഇന്ന് മുതൽ നീ ആര്യയുടെ അമ്മയല്ല, ധനുഷിന്റെ അമ്മയാണ്. ധനുഷിന്റെ അച്ഛ. അതെ, ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റി. ഈ മകന്റെ പേര് മാറിപ്പോയി. ഞാനേ ധനുഷിന്റെ അമ്മയാ. വിവരമില്ലേ? എന്തോ കാണുമ്പോ അറിയത്തില്ല ധനുഷിന്റെ അച്ഛനാണ്. നിങ്ങൾ രണ്ടുപേരെ എളുപ്പം ചെല്ലട്ടെ. ഇപ്പൊ തന്നെ അവിടെ വലിയ പ്രശ്നം. അപ്പൊ നന്നായിക്കോളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അവിടെയും പ്രശ്നമാണോ? അതെ. ധനുഷിന്റെ അച്ഛ. ധനുഷിന്റെ അമ്മ. ഇത് മൊത്തം കയ്യിന്ന് പോയി. ഇനിയിപ്പോ എന്നെ എടുക്കുന്നേ? ഒരു കാര്യം ചെയ്യും, തമിഴ് വേണ്ട, തമിഴ് വേണ്ട, നമുക്ക് ഹിന്ദിയിലേക്ക് പിടിക്കാം. ഹിന്ദി? അങ്ങനെയാണെങ്കിൽ ഞാൻ അമിതാഭ് ബച്ചന്റെ അമ്മ. മുടിയാനായിട്ട് നിന്നാക്കാട്ടിലും പ്രായം ഉണ്ടടി ഈ അമിതാഭ് ബച്ചന്. ബോധമില്ലടി നിനക്ക്? ഒരു കാര്യം, ഞാൻ അമിതാഭ് ബച്ചന്റെ മോളാകാം. നീ അമിതാഭ് ബച്ചന്റെ മോള് ആണോ? അപ്പൊ നിങ്ങൾ അമിതാഭ് ബച്ചന്റെ മരുമോൻ. എന്നാ നോക്കി നിൽക്കുക? വാടി അമിതാഭ് ബച്ചന്റെ മോള്. ഓക്കേ, അപ്പൊ ഹമാരാ പാപ്പാ അമിതാഭ് ജി ഹേ, ഹം ജാത്തെ ഹേ. അമിതാഭ് ബച്ചൻ, അമിതാഭ് ബച്ചൻ, അമിതാഭ് ബച്ചൻ. അയ്യോ അമിതാഭ് ബച്ചൻ. എങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ലൈഫിൽ? എന്തായാലും ധനുഷിന് വന്നിട്ടുണ്ട്, അത് മനസ്സിലായി. ബട്ട് ഇതുപോലെ ഇപ്പൊ ഒരു ട്രെൻഡാണ്. എന്താ ഒരു പേർപ്പസ് എന്താന്ന് മനസ്സിലാകുന്നല്ലോ. ഒരു മണി പേർപ്പസ്, അതോ ഒരു ഫെയിമിന് വേണ്ടിയിട്ടുള്ള ഒരു പേർപ്പസ്, ഒന്നും ഒരു മനസ്സിലാവാത്ത ഒരു പ്ലാൻ. ശരിക്കും ഇതുപോലെ ആര്യയുടെ അമ്മയാണ് ആര്യയുടെ അച്ഛനാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വന്നാൽ എന്താ ചെയ്യാ? I think I should check their bank balance. നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഓക്കെ ഡാഡി. പ്രണയമുണ്ടോ? Always 24/7. Only 2 loves, 2 efforts.
റൈറ്റ് സൈഡ് ഒന്ന് ലെഫ്റ്റ് സൈഡ് ഒന്ന്. No, no. My entire എന്റെ ലൈഫിൽ രണ്ടുപേരെ. last entire month. March. But ആള് മാറുന്നത് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ബട്ട് പ്രണയം എപ്പോ ഉണ്ടായിരിക്കണം? ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? മൈ എൻറ്റയർ ഒരു വെൽത്ത് എന്ന് പറയാം. എനിക്കുള്ള ഒരു വലിയൊരു വെൽത്ത് വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് ആൻഡ് മൈ ഫാമിലി. സോ ഐ ഓൾവേസ് ചെറിഷ് ദാറ്റ് ഹാവ് സോ മെനി ഫ്രണ്ട്സ്, ഗുഡ് ഫ്രണ്ട്സ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ഫ്രണ്ട്സ് ആർ സിനിമയിലും കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ബട്ട് പൊതുവെ എൻ്റെ സൈക്ലിംഗ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ റണ്ണിങ് ഫിറ്റ്നസ് ഫ്രണ്ട്സാണ് എനിക്ക് അധികമായി കാണുന്നതും മീറ്റ് ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും എൻ്റെ ഫിറ്റ്നസിൻ്റെ ഫ്രണ്ട്സാണ്. അല്ല, ഇവിടെ വിശാൽ സാർ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യ എപ്പോഴും സൈക്ലിംഗ് ആണ്, ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആണ് എന്നും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വിശാൽ ഞാൻ കണ്ടു, വി മെറ്റ് ഇൻ ദ ജിം. അണ്ണാനഗറിലുള്ള ഒരു ജിം ഫോർ യങ്സ്റ്റേഴ്സ് വേർ വി ഡോണ്ട് പേ. ജിമ്മിൽ പോവും, പക്ഷെ ജിം ഫീസ് പേ ചെയ്യില്ല. ബിക്കോസ് ആ ടൈമിൽ ജിം I think per month for 300 rupees or something. 300 is like huge. അത് മന്ത്ലി കറക്റ്റായിട്ട് ജിം ഇൻസ്ട്രക്ടർ വന്നിട്ട് നമ്മളോട് പൈസ ചോദിക്കും. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നെക്സ്റ്റ് മന്ത് അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വി ബോത്ത് വിൽ ബി ഡൂയിങ്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? സത്യമേ പറയും, ഡോണ്ട് വറി. സത്യം. അതായത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ വിശാൽ സർ, പുള്ളി ഇവിടെ വന്നപ്പോ പറഞ്ഞു യു ആർ എൻ യെല്ലോ പേജ്. So you have all girls numbers, all actress numbers. സത്യമാണ്? സത്യമാണ്. See, yellow page വന്നിട്ട് it's like a dictionary, it's like an open book. So I am an open book. അവർക്ക് മറ്റുള്ള ഹീറോയിൻസ് ഫ്രണ്ട് നമ്പർ സ്റ്റോർ ചെയ്യാൻ പേടിയാ. എന്തെങ്കിലും കോൾ പേര് വരുമ്പോൾ ടെൻഷൻ ആവില്ല. സോ ദേ ഗേവ് ദ ഡേറ്റ ടു മീ. സോ ഞാൻ സ്റ്റോർ ചെയ്തേക്കാം. അവർക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അവർ വാങ്ങും. So they use me as on the database. നന്നായിരിക്കുന്നു. അപ്പോൾ ഇതിൽ മെയിൻ കൾപ്രിറ്റ് വന്നിട്ട് വിശാലും മറ്റുള്ള ആൾക്കാരാണ്. ഞാൻ പാവം. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞേ, നല്ല പഞ്ചാരക്കുട്ടനാന്ന് പറഞ്ഞു. ആണോ? വെരി നൈസ് ജെന്റിൽമാൻ. ഈ മുഖത്ത് എല്ലാം ഉണ്ടല്ലേ. നിങ്ങൾ പറ, ഈ ചിരി എന്ത് ചിരിയാണ്? ഇന്നസെൻസ്. ഇതാണ് ഇന്നസെൻസ് അല്ലേ? ഷാജിയേട്ടനൊരു ആക്കി ചിരിയുണ്ട്. എപ്പോഴാ കല്യാണം? അങ്ങനെ വെച്ചാ വാട്ട് ഈസ് ദാറ്റ്? കല്യാണം ഐ തിങ്ക് എനിക്ക് വേണ്ടിയിട്ടുള്ള ആ കുട്ടി നോട്ട് ബോൺ, ജനിച്ചിട്ടില്ല. ഐ ആം വെയിറ്റിംഗ്. അല്ല, വിശാൽ സാർ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞു ആര്യന്റെ കല്യാണം വളരെ പെട്ടെന്നുണ്ടാവും എന്നൊക്കെ. ആണോ? എന്ത് ബേസിസിലാണ് പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. ഏതോ ഒരു ബിൽഡിംഗ് കെട്ടാൻ പോവാണ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അല്ല, നടികർ സംഘത്തിന്റെ അല്ല, അന്ന് എന്റെ അടുത്ത് തന്നെ പറഞ്ഞത്. അത് കള്ളത്തരം. അന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഒരു ഫ്ലോറിൽ എന്റെ കല്യാണം, ഒരു ഫ്ലോറിൽ വിശാലിന്റെ കല്യാണം, ഒരു ഫ്ലോറിൽ വേറെ ആരുടെയെങ്കിലും കല്യാണം. ആ ബിൽഡിംഗ് വന്ന കല്യാണം. പക്ഷെ ആ ബിൽഡിംഗ് വരാൻ ഭയങ്കര ലീഗൽ പ്രശ്നമെല്ലാം ഉണ്ട്. സോ ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 10-15 years. ഞാൻ വിട്ടു. ഇനി ആ ചോദ്യം ചോദിക്കുന്നില്ല. പ്രണയം ഉണ്ടോ? ഓൾവേസ് 24/7. അല്ല, അതെനിക്ക് മനസ്സിലായി. പ്രണയം എപ്പോൾ ലോജിക് വന്നിട്ട് പ്രണയം യു ഷുഡ് ഹാവ് ഇറ്റ് ഇൻ യു ഓൾവേസ് 24/7. ബട്ട് ആള് മാറുന്നത് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ബട്ട് പ്രണയം എപ്പോൾ ഉണ്ടായിരിക്കണം? സോ യു ഡോണ്ട് ഹാവ് ലവ് ഫെയിലിയർ. ആ ലവ് ഫെയിലിയർ ഉണ്ട്. എപ്പം പ്രേമിച്ചുകൊണ്ട് വന്നാൽ യു ഡോണ്ട് ഹാവ് ദ ലവ്. പീപ്പിൾ ക്യാൻ ചേഞ്ച്, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ എത്ര പേരെ പ്രേമിച്ചിട്ടുണ്ട്? യു ലോസ്റ്റ് കൗണ്ട്? നോ, ഒരു ലാസ്റ്റ് മന്ത് 2-3. പ്ലീസ്, എനിക്ക് വയ്യ, താങ്ങാൻ വയ്യ മക്കളെ. ഗ്രേറ്റ് ഫാദർ കണ്ട് കുറെ പെൺകുട്ടികൾ പിന്നാലെ നടക്കുക. ആൻഡ്രൂസ്, ലവ് യു ആൻഡ്രൂസ്, ലവ് യു ആൻഡ്രൂസ് എന്ന്. എല്ലാവർക്കും ചാൻസ് ഉണ്ട് കേട്ടോ. Only 2 loves, 2 affairs. റൈറ്റ് സൈഡ് ഒന്ന് ലെഫ്റ്റ് സൈഡ് ഒന്ന്. No, my entire എന്റെ ലൈഫിൽ രണ്ടുപേരെ. last entire month, March. പ്രണയിച്ചേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് ഒരു നമ്മൾ കല്യാണം കഴിക്കുന്നത് ഇറ്റ്സ് നോട്ട് മീ. ആൻഡ് മാരേജ് ഇസ് എ സീരിയസ് കമ്മിറ്റ്മെൻറ്റ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു മാരേജിന് ശേഷം ഒരു ബ്രേക്കപ്പ്. ഇറ്റ്സ് നോട്ട് നൈസ്. മൈറ്റ് ആസ് വെൽ നോട്ട് ഗെറ്റ് മാരിഡ്. സോ ഡെഫിനറ്റ്ലി ഐ ഷുഡ് ലവ് ദ പേഴ്സൺ ടു ഗെറ്റ് മാരിഡ്. പിന്നെ ചേഞ്ച് ചെയ്യാൻ താല്പര്യമില്ല. ദാറ്റ് ഈസ് ഫേറ്റ്. നോ, യു ഡോണ്ട് നെവർ നോ.
നല്ല മനുഷ്യനാ. We'll try our best. അതുപോലെ നമ്മൾ മലയാളികൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഭയങ്കര നമുക്ക് എപ്പോഴും മലയാളികൾക്ക് പ്രണയം നമുക്ക് എപ്പോഴും പൈങ്കിളി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പൈങ്കിളിയാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും പക്ഷേ നമ്മൾ വളരെയധികം പ്രണയിച്ചൊരു സിനിമ ലാസ്റ്റ് ഇയർ ചെയ്തു. ലാസ്റ്റ് ഇയർ 2 വർഷം മുന്നേ ചെയ്തു, രാജാ റാണി. നമ്മുടെ പ്രിയപ്പെട്ട നയൻതാര, നസ്രിയ ഒക്കെ ഉണ്ട്. ആ പടം തമിഴ്നാട്ടിൽ മാത്രമല്ല എൻ്റെ കേരളത്തിലും ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഈ പ്രണയത്തിന്റെ പരിചയമൊക്കെ വളരെയധികം സഹായിച്ചു താങ്കളെ? Yes, definitely. Yeah, very good. All the scenes very naturally ചെയ്യാൻ പറ്റി. So I think it helps, definitely it helps. ഇത്രയും ഓപ്പൺ ആയി പറയുന്നത് കൊണ്ടാണോ എല്ലാ പെൺകുട്ടികളും ഇദ്ദേഹത്തെ പ്രണയിക്കുന്നത്? ആണോ? നമുക്കൊന്ന് കണ്ടാലോ രാജാ റാണിയിലെ വിഷ്വൽസ് അല്ലേ? சொல்லு. முன்னால தான் பழகிச்சு. ஒரு பேரு? wait. ஏன்? 3, 2, 1 open. என்ன? என் பர்த்டே. Hey, happy birthday யா. Thank you brother. Cheers. Cheers. ஜான், என் பாட்டி சொல்லுவாங்க முன்னிலாவை பார்த்து அம்மா மடியில படுத்து மனசுல ஏதாவது நினைச்சா இப்படியே நடக்கும். கேள்விப்பட்டிருக்கியா? சிப்பா. சரி, நீ என்ன கல்யாணம் பண்ணனும் யார்கிட்ட கேட்கணும்? என் அப்பா அம்மா. சாரதி அவ்வளவுதான். ஆனா நான் யார்கிட்டயும் கேட்க வேணாம். நானே முடிவு பண்ணா போதும். ஏன்? உங்க அப்பா அம்மாட்ட எல்லாம் கேட்க மாட்டியா? இருந்தா தானே. சிம்பத்தி எல்லாம் வேணாம் ப்ளீஸ். அம்மா அப்பா சின்ன வயசுல ஆசிரமத்தில் வளர்ந்த, ஸ்காலர்ஷிப்பில் வெளியே வந்த, வேலை அப்படியே போயிடுச்சு. இதெல்லாம் உங்ககிட்ட சொல்லணும்னு தோணுச்சு. அதான். ஆனால் ஒன்றும் நம்ம லைஃப்பில் நமக்கு ரொம்ப பிடிச்சவங்க நம்ம விட்டு போனால் நாமளும் போகணும்னு இல்லை. இன்னைக்காச்சும் ஒரு நாள் நம்ம பிடிச்ச மாதிரி நம்ம லைஃப் மாறும். எனக்கு மாறிடுச்சு. யோசிச்சு சொல்லு. என் அம்மா மடியில் படுத்ததே இல்லை. படுக்கட்டுமா? ഹലോ ബ്രദർ. എല്ലാരെയും കുറച്ച് സമയം കൊണ്ട് പ്രണയിച്ചു. അമ്മമാരൊക്കെ വരെ പ്രണയിച്ചു കേട്ടോ. ഫ്ലാഷ് ബാക്ക് പോയി പ്രണയിച്ചു. കണ്ണിൽ ഇങ്ങനെ ടിയർ ഡ്രോപ്സ് നിറഞ്ഞു. വെരി സ്വീറ്റ് സീൻ ആക്ച്വലി. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉത്തരങ്ങൾ ഞങ്ങൾക്ക് ആർക്കും വേണ്ട, വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ട നായിക? In Tamil or any language? I like in Malayalam Manju Warrier. മഞ്ജു ചേച്ചി. തമിഴ്? Tamil I think I like Nayanthara. She's good. മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? I like Prithvi. വാവ്. അത് ആത്മാർത്ഥ സുഹൃത്തായത് കൊണ്ടാണോ അതോ? ഇല്ല, ഇത് kind of films he does and superb is, there is no doubt about it. തമിഴില്? Tamil I like Vikram sir. വിക്രം സാറും ഈ വേദിയിൽ വന്നിട്ടുണ്ടായിരുന്നു. മലയാളികളുടെ ഹൃദയം വീണ്ടും കവർന്നെടുത്തിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. ചെറുപ്പം തൊട്ടേ സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിൽ വന്നു, പ്രിയപ്പെട്ട നായകനായി, ഫുട്ബോളാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സിനിമ ഇത്രയും സിനിമ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, സ്പോർട്സും സിനിമയും? എൻ്റെ ഡയറക്ടേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും ഇനി എക്സസൈസ് ചെയ്തതിൻ്റെ നടുവിലാണ് ആക്ടിങ് ചെയ്യുന്നത്. സോ ഐ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ഓൺ ഫിറ്റ്നസ്. For example, cycling along പോകുമ്പോൾ we go 200-300 kilometers at one stretch. So for 300-400 kilometers പോകുമ്പോൾ ഒരു റൈഡ് പോയിട്ട് വരാൻ തന്നെ it will take around 30 hours, 40 hours continuous cycling. So it's like a fitness addiction എന്ന് പറയാം നമുക്ക്. So I'm totally into that. So എനിക്ക് if I don't act for 1 year no problem, but എനിക്ക് ഒരു ദിവസം വർക്കൗട്ട് ചെയ്തില്ല, ഒരു 2 days വർക്കൗട്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ it disturbs me a lot. അത് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് കിട്ടിയില്ലെങ്കിലും ആർക്കും പ്രശ്നമില്ല, പക്ഷെ വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണെന്ന്. ഒരുപാട് വർക്കൗട്ട് ചെയ്തു അല്ലേ ഈ അടുത്ത കാലത്ത് ഏറ്റവും പുതിയൊരു ചിത്രത്തിന് വേണ്ടിയിട്ട്?
അത് അയ്യോ ദാറ്റ് ഈസ് നോട്ട് വർക്കൗട്ട്, ദാറ്റ് ഈസ് മാഡ്നെസ്. വർക്കൗട്ട് വാട്ട് ഐ ലൈക്ക് ജനറലി എനിക്ക് ഇഷ്ടപ്പെട്ടത് കാർഡിയോ വർക്കൗട്ട്. ഇപ്പോൾ സൈക്ലിംഗ് അല്ലെങ്കിൽ റണ്ണിങ് അല്ലെങ്കിൽ സ്വിമ്മിങ്, ഇറ്റ്സ് ബേസിക് ഫിറ്റ്നസ്. വലിയൊരു മസിലൊന്നും ഇല്ലാണ്ട് ഒരു ഫിറ്റായിട്ടുള്ള ഒരു ബോഡി, അതാണ് ഒരു ബേസിക് ഫിറ്റ്നസ്. ബട്ട് കടമ്പൻ ആ പടത്തിന് വേണ്ടി ചെയ്തത് ഒരു ബോഡി ബിൽഡർ എങ്ങനെ ഒരു കോമ്പറ്റീഷന് റെഡി ആകുമ്പോൾ അങ്ങനെയാണ് ഞാൻ റെഡി ആയത്. എന്ന് വെച്ചാൽ ആ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ വർക്കൗട്ട് പാറ്റേൺ ടൈമിങ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പോൾ ഈ ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഹിറ്റ് ദ ജിം അലോട്ട്, ഭയങ്കര ഒരു വെയ്റ്റ്സ് എടുത്ത് വർക്കൗട്ട് ചെയ്യണം. ബട്ട് ഡിഫറൻസ് ഇസ് ഈറ്റിംഗ് ദ ഡയറ്റ്. ഈ കടമ്പൻ പടത്തിൻ്റെ ഡയറ്റ് വന്നിട്ട് ഒരു ഡെയിലി ഒരു 50 എഗ് വൈറ്റ്സ്, 2 kilos ചിക്കൻ, ഫിഷ്, ലോട്ട് ഓഫ് വെജിറ്റബിൾസ്, അതായിരുന്നു ഡെയിലി കഴിക്കേണ്ടത്. ഇപ്പോൾ ഈറ്റിംഗ് വാസ് എ ബിഗ് പ്രോബ്ലം. ഒരു 50 എഗ് വൈറ്റ്സ് ഒരു ഡേ കഴിക്കണമെന്ന് വെച്ചാൽ മൈൻഡ് യു ഷുഡ് പ്രിപ്പയർ. അതായിരുന്നു ഭയങ്കര കഷ്ടം. ആൻഡ് യു ഹാവ് ടു ബി വെരി ഡിസിപ്ലിൻഡ്. ഇത്രയും കഷ്ടപ്പെട്ട് ബോഡി 8 pack ആക്കി നമുക്ക് ഭയങ്കര വിഷ്വൽ ട്രീറ്റ്മെന്റ് കാണിക്കാൻ പോകുന്ന നല്ല സിനിമയാണ് കടമ്പൻ. കടമ്പന്റെ ട്രെയിലർ ഉണ്ടല്ലോ, നമുക്ക് കാണാം. நம்ம பாட்டம் பூட்டம் பார்த்த பாதி வழங்க நம்ம ஐயங்க பார்க்கலாம், நம்ம ஐயங்க பார்த்த மீதி வழங்க நாம பார்க்கலாம். இன்னைக்கு நாம பார்க்குற விலங்க நாளைக்கு நம்ம பின்னாடி வர சந்ததிங்க பார்ப்பாங்களா என்னன்னே தெரியல. நான் கருவன்னா நீ என்ன சில்வன்டா? பொன்வண்டு. அவங்க மேல ஒரு சின்ன கீறல் கூட விழக்கூடாது. ப்ராஜெக்ட் ஸ்டார்ட் பண்றோம். இனிமே எவனாச்சும் கிளங்கெடுக்கிற தேர்ந்தெடுக்கிற காட்டு பக்கம் காலை வச்சுங்க, அவன் கீழே இருந்து வந்து காட்டையை காசாக்குறான். அவளை எதிர்த்து சண்டை போட ஆளும் இல்லை, ஆயுதமும் இல்லையடா. இன்னும் முடியலையா? இனிமேதான் ஆரம்பம். என் பாட்டன் முப்பாட்டன் இங்கே தான் இருந்தான், என் ஐயனும் நானும் இங்கே தான் இருக்கோம். எனக்கு பின்னாடி வர சந்ததியும் இங்கே தான் இருப்பாங்க. കടമ്പന്റെ ട്രെയിലർ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കാന്ന് മനസ്സിലായി. അത് വേറൊരു കാര്യമുണ്ട്, കടമ്പൻ വരും, പിന്നാലെ വരും നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ഫാദർ. തിയേറ്ററിൽ നിറഞ്ഞോടാണ് കാണാൻ. ബാക്കിയുള്ള എല്ലാ ഫാമിലീസും പെട്ടെന്ന് തന്നെ ഓടിക്കുക തിയേറ്ററിലേക്ക്. ഒന്നുകൂടെ പറ. Please watch Kadamban in theaters if you are free. Excuse me, brother. Great father. Oh, after watching Great Father. Yeah. പ്രൊഡ്യൂസർ ഇവിടെ നെഞ്ചി തകർന്നിരിപ്പുണ്ട്. അല്ല, അതേ ഓഗസ്റ്റ് സിനിമാസ് ആണ് കടമ്പൻ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ നോ പ്രോബ്ലം. വെറുതെ അല്ല, ഒരുപാട് സിനിമകൾ ചെയ്തു. എല്ലാ സിനിമകളും നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടതായിരിക്കും. എന്നാലും അഭിനയിച്ച സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയും ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രവും ഏതാണ്? ഒന്ന് പറയുകയാണെങ്കിൽ. ഒന്ന് I want to say two. One is Naan Kaluval and other one is Madras Patnam. So I think I will rate these two as my best. മദ്രാസ് പട്ടണം കണ്ടപ്പോഴും കേരളത്തിലും ഇത്രയ്ക്കും ഹിറ്റ് ആയതിനുള്ള റീസൺ അതിന്റെ ബാക്ക്ഡ്രോപ്പ് ഭയങ്കര ഭംഗിയായിരുന്നു, കോസ്റ്റ്യൂംസ്, പിന്നെ പാട്ടുകൾ. ജി പ്രകാശിന്റെ പാട്ടുകൾ ഇവിടെ ഭയങ്കര ഹിറ്റായിരുന്നു. അതുപോലെ അതില് വളരെ സിൻസിയർ ആയിട്ടുള്ള വളരെ പ്യോർ ലവ് ആണ് കാണിച്ചത്. ഒരു ഇന്ത്യനും ഒരു ഫോറിനറും തമ്മിൽ ഇത്രയും പ്യോർ ആയിട്ടുള്ള ഒരു പ്രണയം അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ടത്. ഇതെന്താ നീ പട്ടം പറത്തിക്കൊണ്ട് നടക്കുന്നത്? പിന്നെ ഞാൻ ഈ പ്രായത്തിൽ ജെറ്റ് വിമാനം പറത്താം. ഈ കഥയിൽ ഏത് ക്യാരക്ടറാണ് ചെയ്യേണ്ടത്? ഓക്കെ.
പട്ടം പറത്തിക്കൊണ്ട് നടക്കുന്നേ? പിന്നെ ഞാൻ ഈ പ്രായത്തിൽ ജെറ്റ് വിമാനം പറത്താൻ പറ്റുമോ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഗ്രേറ്റ് ഫാദർ ഞാൻ കണ്ടു. കണ്ടോ? സൂപ്പർ പടം. താങ്ക് യു സോ മച്ച്. അതിനൊരു ഷേക്കൻ. എന്താടാ ഇപ്പൊ മസിലില്ല ഇപ്പൊ നോർമലാ. ആ അതാണ് ഗ്രേറ്റ് ഫാദറിൽ ഷാജി ചേട്ടൻ ഒരു പിടുത്തം പിടിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പിടുത്തം. അപ്പൊ കയ്യിൽ മൊത്തം നീരായിരുന്നു. എന്നെ ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ സൂരജ് പോലെ 2 നീരം. 2 നീര്. പാവം. അവനാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ഇല്ല വിരൽ പിടിച്ചാൽ എടാ ചെക്ക, നീ ഇങ്ങനെ പട്ടം പറത്തി കളിക്കുകയാണോ? കുട്ടികളൊക്കെ ഇപ്പൊ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിച്ച് നടക്കുക. പട്ടം നല്ല കളിയല്ലേ? ആ അത്ര റിസ്ക് ഉള്ള ഗെയിം ഒന്നും അല്ല ഇത് എന്തായാലും. റിസ്ക് ഉള്ള ഗെയിം തന്നെയാണ്. എന്താ ചേച്ചി, അത് സംഭവം വേറൊന്നുമല്ല. ഞാൻ ഇന്നാളെ ഒരു ദിവസം ഇങ്ങനെ പട്ടം പറത്തി പട്ടം എന്റെ കയ്യിൽ വിട്ട് ഒറ്റ പോക്ക്. അയ്യോടാ, എവിടെ പോയടാ? അങ്ങനെ പട്ടം പറന്നു പോയി. എനിക്ക് ആകെ ടെൻഷനായി. എന്നിട്ട് പിറ്റേ ദിവസം പേപ്പറിൽ ഒരു വാർത്ത കണ്ടു. എന്താ വന്നതടാ? ആസിഫ് അലിയുടെ അച്ഛന് പട്ടം കിട്ടി. ആസിഫ് അലിയുടെ അച്ഛന് പട്ടം കിട്ടി? അതെങ്ങനെയാടാ? ആസിഫ് അലിയുടെ അച്ഛനല്ല, ആസിഫ് പള്ളിയിലെ അച്ഛന് പട്ടം കിട്ടി. ആർസി പള്ളി ഒറ്റടിയൊന്നുണ്ടല്ലോ ചേക്കാ. നീ പട്ടം ചെന്ന് വാങ്ങിച്ചോ? ഇവിടെ ആർസി പള്ളിയിലെ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്റെ പട്ടം ഒന്ന് തരുമോ അച്ഛൻ? എന്റെ അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു, മോനെ ആ പട്ടമല്ല മോനെ ഇത്, എന്റെ കയ്യിലില്ല പട്ടം. അങ്ങനെ പറഞ്ഞു. ആകെ പ്രശ്നമായി. അല്ല അതുകൊണ്ട് നിന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെ പോയി? എന്റെ അച്ഛനപ്പോ അമ്മയൊക്കെ ഓട്ടത്തിലല്ലേ? ഓട്ടത്തിലോ? എന്തോട്ടം? വെള്ളത്തിനായുള്ള ഓട്ടം. വെള്ളത്തിനായിട്ട് ഓട്? മനസ്സിലായില്ലടാ. എന്റെ അമ്മ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിനായിട്ട് ഓട്ടം. അച്ഛൻ രാത്രി അടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിനായുള്ള ഓട്ടം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിനക്ക്? ഇന്ന് വിഷു അല്ലേ? അല്ലേ വിഷു അല്ലേ? എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? അപ്പൊ വിഷു ഹാപ്പി വിഷു. താങ്ക് യു സെയിം ടു യു. ഓ അപ്പൊ എന്ത് ഷേക്കൻ ഓക്കേ. വിഷു കൈനീട്ടം. അല്ല അപ്പൊ നീ വിഷു കൈനീട്ടം വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നേ? അല്ലല്ല, വിഷു കൈനീട്ടം വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യടാ? അത് ഞങ്ങള് ആണുങ്ങള് എന്തോ അല്ലെ വേറൊന്നല്ല, സംഭവം ഒന്നല്ല. ചേട്ടനിപ്പോ ഒരുപാട് പടം ചെയ്തല്ലോ, തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട്. ഇനി മലയാളത്തിൽ ഏതെങ്കിലും സിനിമ ചെയ്യണോ? നല്ല കഥ കേട്ടാ ചെയ്യല്ലോ അല്ലേ? സ്പോർട്സ് കഥകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇദ്ദേഹം എന്തായാലും ചെയ്യും. സ്പോർട്സ് കഥ ചെയ്യോ? എന്റെ കയ്യിൽ ഒരു ഉഗ്ര കഥ ഉണ്ട്. കഥ പറ, ചിലപ്പോ ഇഷ്ടപ്പെട്ടാലോ. ഞാൻ കഥ പറയാം. ഒരു കൊച്ചു കഥയാണ്. ഒരു കുഞ്ഞു കാട്, ഒരു ചെറിയ കാട്. ആ കാട്ടിനുള്ളിൽ ഒരു ചെറിയ മുയൽ, ഒരു ചെറിയ ആമ. അവർ തമ്മിൽ ചെറിയൊരു പിണക്കായി. ഭയങ്കര ചെറിയൊരു വഴക്ക്. ആ വഴക്കിനൊടുവിൽ അവരൊരു ചെറിയൊരു പന്തയം വെച്ചു. എന്ത് പന്തയം? ചെറിയൊരു പന്തയം വെച്ചു, ഓട്ട മത്സരം. ഒരു ചെറിയ ഓട്ടം. അങ്ങനെ ഓടാൻ വേണ്ടി നിൽക്കുമ്പോ ആ ചെറിയ ആമ ചെറിയ മുയലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചെറിയ മരത്തിനുള്ളിൽ ആ ചെറിയ മുയൽ കിടന്നുറങ്ങി. ഒരു ചെറിയ ഉറങ്ങി. ഇതിനിടയിൽ ആമ ചെറുതായിട്ട് ഇങ്ങനെ നടന്നുപോയി. അവസാനം ആമ ചെറിയ കപ്പടിച്ചു. എന്റെ പൊന്ന് സൂരജ്, ഈ കഥയില്ലാതെ വേറെ എന്തെങ്കിലും കഥ ഉണ്ടെങ്കിൽ പറയടാ. ഈ കഥയിൽ ഏത് ക്യാരക്ടറാ ചെയ്യേണ്ടത്? നീ വേറെ വലിയ കഥ ഉണ്ടെങ്കിൽ അത് പറ. മാറ്റി പിടിക്കേണ്ടി വരും. പറ. ഒരു വലിയൊരു കാട്. ആ കാട്ടില് വലിയൊരു മുയലും വലിയൊരു ആമയും. നിർത്ത് മോനെ നിർത്ത്. നീ ഒരു ഇടത്തരം കഥ പറ. ഇടത്തരം കഥയാണ്. ഒരു ഇടത്തരം കാട്. ആ ഇടത്തരം കാട്ടിനുള്ളിൽ ഒരു ഇടത്തരം ആമയും ഒരു ഇടത്തരം നിർത്തടാ. നീ മാത്രല്ല, കൊറേ ഡയറക്ടറിന് ഒരു കഥയില്ല, വേറെ വേറെ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്തു. അല്ല നിന്റെ പാട്ടം പിടിച്ചോ. നീ പോ, നിന്റെ ഈ കഥയൊന്നും ഇവിടെ വേണ്ട. പോ. ആര്യഭട്ടനോ? ആര്യട്ടൻ. അയ്യോ പോണോ? ഷോ കഴിയണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാരും പറയും, വലിയ വലിയ നടന്മാരായി കഴിഞ്ഞാൽ എല്ലാരും പറയും, നിങ്ങളോടാ പറയണേ, എല്ലാരും പറയും എനിക്ക് ബാല്യത്തിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ടൊന്ന് കൂട്ടിക്കൊണ്ടു വന്നാലോ അപ്പൊ എന്റെ പിന്നാലെ ആരും വരില്ല. എനിക്ക് എന്റെ ജിംബ്രൂട്ട് തന്നെ മതി. ഞാൻ ഇവിടെ വാ. അതായത് ഇവിടെ വാ. നീ ഇവിടെ വന്നത് വിഷുക്കായി നീട്ടം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വിഷുക്കായി നീട്ടം തരേണ്ടത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം നല്ല സുന്ദരനല്ലേ?
പറയാണ്ടോ സൂപ്പറാ, എനിക്ക് ഇഷ്ടം. കണ്ണ് ഇഷ്ടപ്പെട്ടോ? കണ്ണ് ഇഷ്ടപ്പെട്ടു, എനിക്ക് മസില ഇഷ്ടപ്പെട്ടു. അച്ചോടാ, അപ്പൊ നിനക്ക് ഡാൻസ് കളിക്കണോ അദ്ദേഹത്തിന്റെ കൂടെ? ആ എന്റെ കൂടെ പാട്ടെവിടെ പാട്ടെവിടെ പാട്ടെവിടെ? കുംഭകോണത്ത് വെത്തലയ മടിട പട്ടുകോട്ടയിൽ പാക്ക് വാങ്ങി കടിട തഞ്ചാവൂருக்கு തവിൽ ஒண்ணு அடிட 8 திசையிலும் இப்ப நம்ம கொடிடா ஒரு மேடை போட்டு ஒரு மாலை போட்டு புது மேளம் கொட்டு அடி அண்ணாச்சி ஒண்ணும் இல்ல நேத்து இப்ப வீசும் காத்து நம்ம ரூட்ட பார்த்து நம் காட்டில் வெற்றி மழை கும்பகோணத்து வெத்தலைய மடிடா வட்டுக்கோட்டையில் பாக்கு வாங்கி கடிடா ഒരു കൈനീട്ടം കൂടെ കൊടുക്കോ പ്ലീസ്. ഒരു പാട്ടും കൂടെ ഇടോ. மல்லிகையில் ஒரு மாலை தங்க ஜரிகையில் ஒரு சேலை மல்லிகையில் ஒரு மாலை தங்க ஜரிகையில் ஒரு சேலை பூ ஒன்றை பூட்டி வைக்கத்தான் கல்யாணம் கண்டு பிடித்தான் தொடக்கம் மாங்கல்யம் தந்துனாலே நாம் பின்பு ஜீவிதம் துந்தனாலே நாம் தொடக்கம் மாங்கல்யம் தந்துனாலே நாம் பின்பு ஜீவிதம் துந்தனாலே நாம் தொடக்கம் மாங்கல்யம் தந்துனாலே நாம் பின்பு ஜீவிதம் துந்தனாலே എടാ സൂരജേ, എന്റെ അമ്മോ, നീ ഒരു പൂ മാത്രമാണ് ഇദ്ദേഹത്തോട് ചോദിച്ചത്. ഇദ്ദേഹം ഒരു പൂക്കാലം നിനക്ക് തന്നു. എന്ത് ചെയ്യാ? അപ്പൊ കളിക്കാല്ലേ? പക്ഷെ ഡാൻസ് കളിച്ചു. പട്ടം എടുത്തു മോനെ ചക്കരക്കുട്ട. അപ്പൊ കാണാം. വിഷു കൈനീട്ടം ഇഷ്ടപ്പെട്ടില്ലേ? വിഷു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടും, ഭയങ്കര ഇഷ്ടപ്പെടും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സുന്ദരി കണ്ണാൽ ഒരു സേരി ഞാനൊരു സമ്മാനം തരട്ടെ. കണ്ണടച്ചിരിക്കും. കണ്ണ് തുറക്കാൻ പാടില്ല, കള്ളനാണ്. തോന്നരുത്. എന്തായാലും ഗ്രേറ്റ് ഫാദർ സിനിമ തകർത്തോടുകയാണ്. ഡേവിഡ് ആൻഡ് ആൻഡ്രൂസ് ആൻഡ് ഓൾ ക്രൂ, ഓൾ മെമ്പേഴ്സ് എല്ലാവരെയും മലയാളി പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിന്റെ പ്രിയപ്പെട്ട ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ വളരെയധികം റെസ്പെക്റ്റോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഷാജി നടേശൻ ചേട്ടൻ ആൻഡ് ഹനീഫ് അദേനി. ഓഗസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ തന്നെ 4 പേരുകളാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ? ഷാജി നടേശൻ, ആര്യ, പൃഥ്വിരാജ്, സന്തോഷ് ശിവൻ. ഈ 4 പേരാണ് വരുന്നത് അല്ലേ? അപ്പൊ എന്താണ് അതില് ഷാജി നടേശൻ, എന്താണ് ചേട്ടന് പറയാനുള്ളത്? പൃഥ്വിരാജാണ് ഈ കമ്പനി ഫോം ചെയ്യുന്നതിൽ മുൻകൈ എടുത്തത്. അദ്ദേഹം തന്നെയാണ് ഓഗസ്റ്റ് സിനിമ എന്നുള്ള പേര് ഇട്ടത്. അദ്ദേഹം തന്നെയാണ് നമ്മുടെ ബാക്ക് ബോൺ. പിന്നെ ഇപ്പോഴും പറഞ്ഞ സന്തോഷേട്ടൻ ക്യാമറാമാൻ എന്നുള്ള നിലയിൽ തിരക്കുള്ള ആളാണ്. പൃഥ്വിരാജും ആര്യയും നടന്മാരെന്നുള്ള നിലയിൽ തിരക്കുള്ള ആളാണ്. ഒരു ജോലിയും ഇല്ലാത്ത ഒരാൾ ഞാനാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നോക്കുന്നു. അത്രേ ഉള്ളൂ? അതെ, അത്രേ ഉള്ളൂ. എല്ലാ സിനിമയിലും അഭിനയിക്കും? പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലൊക്കെ അഭിനയിക്കും? അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് മിക്കവാറും. എനിക്ക് നടനാവാനുള്ള ആഗ്രഹമൊന്നുമില്ല. ക്യാരക്ടർ ആർട്ടിസ്റ്റിനെ പേയ്മെന്റ് കട്ട് ചെയ്യാൻ വേണ്ടി. ഓഹോ, അതാണ് അവിടെയും ബിസിനസ്, ചെറിയ ടെക്നിക്സ്. നിങ്ങൾ മലയാളികളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഗ്രേറ്റ് ഫാദർ സിനിമയിൽ നല്ല അസലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല കയ്യടി ഉണ്ടായിരുന്നു കേട്ടോ. ചെയർമാൻ. ആ കയ്യടി ഹനീഫത് എനിക്കുള്ളതാണ്. ഉരുളക്കുപ്പേര് പോലെ ഡയലോഗ് എഴുതാൻ കഴിവുള്ളൊരു മനുഷ്യനാണ്. നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും ഇപ്പോൾ പറയാൻ പറ്റുന്ന ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഹനീഫ് അദേനി. അത്ഭുതം നടന്നതല്ല, അയാൾക്ക് റിയലി ടാലൻറ്റഡ് ഉണ്ട്. ഈ സിനിമ ചെയ്യാനായിട്ട് 2-2.5 വർഷമായിട്ട് ഓഗസ്റ്റ് സിനിമയുടെ കൂടെയുണ്ട്. ഒരാളിനെയും ഒരു സംവിധായകനെ അസിസ്റ്റ് ചെയ്യാതെ വന്നാണ് അയാൾ ഇങ്ങനെ ഒരു സിനിമ ഇവിടെ.
അപ്പോൾ അതൊരു വലിയ അയാളുടെ ഗ്രേറ്റ്നെസ് ആണ് ഈ ഗ്രേറ്റ് ഫാദർ എന്നുള്ള സിനിമ. നമ്മുടെ ഗ്രേറ്റ് ഫാദർ സിനിമ ഗ്രേറ്റ് സക്സസ് മൂവിയാണ്. ഇത്രയും സക്സസ്ഫുൾ ആക്കി തന്ന മലയാളി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? മലയാളി പ്രേക്ഷകരോട് വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ സിനിമ, നമ്മളൊരു വലിയ ഫ്രെയിമിൽ കൊണ്ടുവന്ന സിനിമയല്ല. ഈ സിനിമ ഒന്നാം ദിനം മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ ബ്രേക്കിംഗ് സിനിമയായി, ഏറ്റവും പെട്ടെന്ന് 20 കോടി കളക്ട് ചെയ്യുന്ന സിനിമയായി. അപ്പോൾ ഇവിടുത്തെ പ്രേക്ഷകർ വലിപ്പം കണ്ടല്ല, കണ്ടന്റ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് തന്നത്. തീർച്ചയായിട്ടും ഇനി ഇതുപോലുള്ള നല്ല സിനിമകൾ ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾ തന്നു. വളരെയധികം നന്ദി. എല്ലാവരും കുടുംബത്തോടൊപ്പം ഈ അവധിക്കാലത്ത് നമ്മുടെ ഗ്രേറ്റ് ഫാദറിനെ കാണാൻ തിയേറ്ററിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. ഇതുപോലെയുള്ള നല്ല ഡയറക്ടേഴ്സും നല്ല പ്രൊഡ്യൂസേഴ്സും ഇനിയും മലയാള സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. നല്ല ഒരുപാട് ചിത്രങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ. രണ്ടുപേരെയും ഗസ്റ്റ് സീറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഹലോ ബ്രദർ. യെസ് ബ്രദർ. ഒരു സോങ്, ഒരു പാട്ട്, ഒരു ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഇനി എന്തൊരു ഡാൻസ് ദളപതിയിൽ ഒരു പാട്ടിട്ടാലോ? ഓക്കെ, അഭിനയിച്ചാലോ? I will try. Okay. സുന്ദരി കണ്ണാൽ ഒരു സേതി சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜன்மமே கொண்டேன் அதற்காக நான் உரை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜன்மமே கொண்டேன் அதற்காக. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം തമന്ന, അതുപോലെയുള്ള നമ്മുടെ മലയാളികളുടെയും നയൻതാര, അങ്ങനെ ഒരുപാട് ആക്ട്രസ്, അമല പോൾ, ഇത്രയും നമ്മൾ സ്നേഹിക്കുന്ന ആക്ട്രസും ഒക്കെ അഭിനയിച്ച ഒരു വെള്ളാരം കണ്ണുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഈ താര രാജകുമാറിന്റെ കൂടെ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. സത്യമായിട്ടും ദൃശ്യം യു ആർ ഫാന്റാസ്റ്റിക്. സോ ഇനി ഫുൾ ഫ്ലെജ്ഡ് ഒരു ക്യാരക്ടർ ചെയ്താൽ ഐ തിങ്ക് തമന്ന, അനുഷ്ക, നയൻതാര എല്ലാം ഫീൽഡ് ഔട്ട് ആവുമെന്നാണ് തോന്നുന്നത്. മൈ ഗോഡ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയും കോംപ്ലിമെന്റ്സ് എനിക്ക് ഇതുവരെ ലൈഫിൽ ആരും തന്നിട്ടില്ല. എന്താ കോംപ്ലിമെന്റ് അല്ല, ഫാക്ട് ആണോ? ഞാൻ ഒന്ന് തടവിട്ട് വിടട്ടെ? നോ പ്രോബ്ലം. അയ്യോ ഡോണ്ട് വറി. വെറുതെ അല്ലട്ടോ ഇദ്ദേഹത്തെ എല്ലാ പെൺകുട്ടികളും പ്രേമിച്ചു പോകുന്നത്. ഞാൻ എന്താ ചെയ്യാ? ഞാനൊരു സമ്മാനം കൊടുക്കട്ടെ? ഞാനൊരു സമ്മാനം തരട്ടെ? കണ്ണടച്ച് നിൽക്കോ? കണ്ണടച്ച് നിക്ക്. തുറക്കരുത്. കണ്ണടച്ച് നിന്നോ. കണ്ണ് തുറക്കാൻ പാടില്ല, കള്ളനാണ്. ഓക്കേ ബൈ. ഓക്കെ, കണ്ണടച്ച് നിക്കണം കേട്ടോ. അപ്പോ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്ന് ഇത്രയും രസകരമായിട്ട് നിന്ന ഒന്ന് പിടിച്ചേക്കൂ. ഭയങ്കര കോമഡി സൂപ്പർ നൈറ്റ് നൽകുന്ന സമ്മാനം പാലക്കാട് ജോസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആനക്കുട്ടൻ. അപ്പോ ഒറിജിനൽ ആന പോലെ ഇത്ര വെയിറ്റ് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഞങ്ങൾ ഫ്ലവേഴ്സ് ടിവിനെ മറക്കാതിരിക്കാനാണ്, കോമഡി സൂപ്പർ നൈറ്റിനെ മറക്കാതിരിക്കാനാണ്, പിന്നെ എന്നെ മറക്കാതിരിക്കാനാണ്. ഓക്കെ, വീട്ടിലെ ഷോക്കേസിൽ എല്ലാരും കാണുന്ന സ്ഥലത്ത് വെക്കണം, കിണറിലൊന്നും കൊണ്ടുപോയി വെക്കരുത്. എന്താണ് മലയാളി പ്രേക്ഷകരോട് ഇത്രയും അധികം സ്നേഹം നൽകിയ മലയാളി പ്രേക്ഷകരോട്, കോമഡി സൂപ്പർ നൈറ്റ് 2 ഇവിടെ ഓഡിയൻസ് ആയിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്, ഒരുപാട് യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, കുഞ്ഞു മക്കൾ വന്നിട്ടുണ്ട്, അമ്മമാർ വന്നിട്ടുണ്ട്. എല്ലാവരുടെ അടുത്ത് എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഈ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഈ ഷോന് എനിക്ക് വേണ്ടി വന്നതിൽ വളരെ നന്ദിയുണ്ട്. വെരി ഹാപ്പി. ഒരു പൊതുവെ ഒരു ഷോ ചെയ്യുമ്പോൾ ടയർഡാവും. ഷോ എപ്പോഴാണ് അത് ഫിനിഷ് ആകുന്നുള്ള ഒരു മൂഡിലാണ് എപ്പോഴും ചെയ്ത്. ബട്ട് ടുഡേ ഐ റിയലി എൻജോയ്ഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗസ്റ്റ്. റിയലി ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫ്രം ബോട്ടം ഓഫ് മൈ. താങ്ക് യു സോ മച്ച്.
നിങ്ങൾ കാണാൻ കൊതിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് ഗ്രേറ്റ് ഫാദർ. ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള സിനിമകൾ നമ്മുടെ പ്രിയപ്പെട്ട ആര്യ ഒരുപാട് ചിത്രങ്ങൾ നൽകട്ടെ. അതുപോലെ കടമ്പൻ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഭയങ്കര കട്ട വെയിറ്റിംഗ് എന്ന് പറയുന്നത് കട്ട വെയിറ്റിംഗിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് മൂവീസ് വരട്ടെ. നിങ്ങളും കാത്തിരിക്കുക. പുത്തൻ അതിഥികളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. കണ്ടുകൊണ്ടേയിരിക്കുക. ഇത് കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്.